എന്തായാലും ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസിന്റെ ഒരു വൈബേ കിട്ടണില്ല. വൈബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു. ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടുത്തെ റോഡൊക്കെ ഭയങ്കര ശൂന്യമായിട്ട് കിടക്കായിരുന്നു ഗൈസ്. അതുകൊണ്ട് അമ്മ സുഖമായിട്ട് ഓടിച്ചു. രാവിലത്തെ തണുപ്പ് അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വെയിലിന് വലിയ ചൂടുണ്ടാവില്ല. പക്ഷെ വെയിലത്തിരുന്നപ്പോഴും മനസ്സിലായത് നല്ല ചൂടാണ്. റോഡിലൊന്നും തീരെ തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം എത്തിയിട്ടാ. ഇതെന്റെ അമ്മയുടെ സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു. ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ വണ്ടിയൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ടാണ് ഈ സമയത്ത് കൊണ്ടുപോയി. ഇവിടെ ഇപ്പൊ ഈ അടുത്ത് തുടങ്ങിയ ഒരു മിനി കട തന്നെ ഉണ്ട് കേട്ടാ. നമ്മുടെ കടയുടെ ഓണർ ആൾക്കാരൊന്നും വരാത്തോണ്ട് ഫോണിൽ നോക്കിയിരിക്കുന്നിട്ടാ. അവിടെ ഇരുന്ന് ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൂച്ചേനെ വട്ടാക്കിയിരുന്നിട്ടാ. അങ്ങനെ ഒരു 5 മണിയായപ്പോൾ ഞാനും എൻ്റെ കസിൻസും കൂടെ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങി. ഇവിടെയൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് പോരാനേ തോന്നൂല. ഇവന്മാർക്ക് ഇങ്ങോട്ട് വരാൻ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല കേട്ടോ. പക്ഷെ ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞപ്പോഴേക്കും ചാടിക്കറി വന്നു. വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ അവിടുത്തെ സൺസെറ്റ് ഒക്കെ കണ്ടിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടത്. പണ്ട് 8ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുമ്പോഴാണ് ഗൈസ് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. ഞാൻ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്നാലും നമുക്ക് വീട്ടിലേക്ക് പോകണമല്ലോ. അങ്ങനെ രാത്രിയായി അവിടെ കരോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിന്റെ അന്നും കരോള് ഞാൻ ആദ്യമായിട്ട് കാണണം ഗൈസ്. എന്റെയൊക്കെ വീട്ടിൽ തലേ ദിവസം പോലും ഒരു കരോള് പോലും വന്നില്ല. ഇവിടെയൊക്കെ ന്യൂ ഇയർ വരെ പരിപാടികൾ ഉണ്ടാവുന്നാട്ടാ പറഞ്ഞത്. അങ്ങനെ നമ്മളുടെ ഇക്കൊല്ലത്തെ ക്രിസ്മസും ഒരു വൈബില്ലാണ്ട് അങ്ങനെ പോയിട്ടാ. അവന്മാരെല്ലാവരും അവർക്ക് പൈസ എടുത്തു കൊടുത്ത് അവരെ ഹാപ്പി ആക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ.